നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കെന്താ ഉറക്കമില്ലേ? ഉറക്കം കളഞ്ഞ് ചേട്ടൻ ഇങ്ങനെ ഉപദേശിക്കാൻ നിൽക്കുമ്പോ ഞാനും ഉപദേശിക്കണ്ടേ? ചേട്ടൻ ഇങ്ങോട്ട് എണീറ്റ്. എണീക്ക്. എന്താടാ? ഇങ്ങോട്ട് ഇരിക്കെ. എന്റെ അമ്മ. മോളെ, പ്രകാശേട്ടൻ പറഞ്ഞ പോലെ ഈ ബന്ധം നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണമാകാം. എനിക്കൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആരംഭിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരാനുള്ള പ്രാപ്തിയും മനസ്സും ആയിക്കൊണ്ട് ഈ ബന്ധം എല്ലാവർക്കും ഒരു പിടിവള്ളിയാ. മറ്റൊന്നും നീ ആലോചിക്കണ്ട. നീ കല്യാണത്തിന് സമ്മതിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. അതിനു മുൻപ് സഹോദരന്മാര് വന്ന് ഉപദേശിക്കാൻ തുടങ്ങിയോ? എന്റെ ജീവിതം പോലെ ഇവളുടെ ജീവിതം തകർന്നു പോവരുത്. അവളുടെ ജീവിതത്തിന്റെ വഴി അവള് തന്നെ സ്വയം തീരുമാനിച്ച് തെരഞ്ഞെടുക്കട്ടെ. അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ. കല്യാണം പോലുള്ള ഗൗരവമായ കാര്യങ്ങളിൽ സ്വയം തീരുമാനം എടുക്കാനും നിലപാടെടുക്കാനുള്ള തിരിച്ചറിവ് അവൾക്കായിട്ടില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ടല്ലോ. മനോജേട്ടന്റെ ഭാര്യ ഹരിത ചേച്ചിയുടെ അവസ്ഥ എനിക്കുണ്ടാവണമെന്നാണോ? ചിന്തിക്കുകയും പറയുകയും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ മതില് ചാടിച്ചു കൊണ്ടുവന്നതിന്റെ കയ്പുനീരല്ലേ ചേട്ടൻ ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നതും ഹരിത ചേച്ചി ചേട്ടനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചേട്ടന് പറ്റിയ അബദ്ധം എനിക്കോ പറ്റരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് പെട്ടെന്നൊരു കല്യാണത്തിന് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. മോളെ, ഞാൻ പറയുന്നത് വിവാഹത്തിന് നിർബന്ധിക്കാനാണെങ്കിൽ വേണ്ട ചേട്ടാ. സുചിത്രേച്ചിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടാ അടിമയെ പോലെ ഇവിടെ ജീവിക്കുന്നത്. അത്തരമൊരു അടിമ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി സമ്പാദിക്കണം. അതിനുശേഷം മാത്രമേ ഏത് വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ. വലിയ മുൻപരിചയമൊന്നും ഇല്ലാത്ത ഒരാളാ ചാടി കയറി വന്ന് കോടീശ്വരനാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി വിവാഹം ആലോചിച്ചിരിക്കുന്നത്. എന്റെ അവസ്ഥയിലുള്ള ഒരു സാധു പെൺകുട്ടി മറ്റൊന്നും ആലോചിക്കാതെ ഈ ബന്ധത്തിന് സമ്മതിച്ച അതൊരിക്കലും ശരിയാവില്ല. അതാ ഞാൻ പഠിച്ചിരിക്കുന്ന ജീവിത പാഠം. എന്നാലും ചില കാര്യങ്ങള് ദയവായി അവളെ ഒന്ന് ടോർച്ചർ ചെയ്യാതിരിക്കാം. സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാനെങ്കിലും അവളെ നിങ്ങളൊന്ന് അനുവദിക്കാം. ശരി, സ്വതന്ത്രമായ ചിന്ത തന്നെ നടക്കട്ടെ. സമ്മതിച്ചിരിക്കുന്നു വർഷേ. നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിന്റെ കയ്യിൽ തന്നെയാവണം. ചേട്ടന്മാർ ഈ ബന്ധത്തിന് സമ്മതിക്കാൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഭാവിയിൽ വിക്രമിന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരൻ. അല്ലാതെ നിനക്കൊരു നല്ല ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടല്ല. അതെ, അതാണ് നമ്മുടെ സഹോദരന്മാര്. ഇപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചേ. ചേച്ചി കഴിക്കേ. ഇതെന്താ, നിനക്ക് പുതിയ വിവാഹാലോചന വന്നതിന്റെ ചെലവാണോ? എന്റെ ക്ലാസ്മേറ്റ് ശ്യാമില്ലേ, അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ അതേ ടേസ്റ്റ്. മോളുണരട്ടെ, അവക്കും കൊടുക്കണം. ബാക്കി അമ്മയ്ക്കും കൊടുത്തേക്കാം. ആദ്യത്തെ വ്യവസ്ഥയോ? അപ്പോ ഇനിയുണ്ടോ വ്യവസ്ഥകള്? ഉണ്ട്, വായിക്കാം. തന്റെ മകൾ ദിയയ്ക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമേ തന്റെ സ്വത്തിൽ അമ്മയായ
ശ്രീവിദ്യയ്ക്കും സഹോദരിയായ രാഖയ്ക്കും എന്തെങ്കിലും അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. കൊള്ളാം. ശ്രീവിദ്യ ചത്തൊടുങ്ങി. ഇനി ആ നരുന്ന പെണ്ണിന് പ്രായപൂർത്തിയാവുമ്പോഴേക്കും നിങ്ങളുടെ വായിൽ മണ്ണ് വീഴില്ലെന്ന് എന്റെ സംശയം. അമ്മ ഒന്നും മിണ്ടാതിരിക്ക. ഹ, വക്കീലെ, ഇനി വ്യവസ്ഥകളുണ്ടോ? ഇനി ഒരു വ്യവസ്ഥ കൂടി ഉണ്ട്. അതുകൂടി കേൾക്കട്ടെ. വിൽപത്രത്തിലെ വ്യവസ്ഥകൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഈ സ്വത്തെല്ലാം അനാഥാലയത്തിന് പോകുമെന്നാണ് ഒടുവിലത്തെ വ്യവസ്ഥ. ഒരു മുടിഞ്ഞ വിൽപത്രം. വക്കീല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നല്ല ചോദ്യം. ഇത് എന്റെ ബുദ്ധിയിൽ എന്റെ ഇഷ്ടപ്രകാരം എഴുതി വെച്ചതല്ല. ഈ കാണുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഉടമ രാജീവ് മേനോൻ എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ച വ്യവസ്ഥകളാണിത്. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു വച്ചിരിക്കുന്ന ഈ വിൽപത്രം അദ്ദേഹം മരണപ്പെട്ട സ്ഥിതിക്ക് ബന്ധുക്കളായ നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ ചുമതല ആയതുകൊണ്ട് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം കൂടി, ഈ വിൽപത്രം മാത്രമല്ല, ഇനി ഒരു വിൽപത്രം കൂടി രാജീവ് മേനോൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി വിൽപത്രോ? നോക്കട്ടെ. അല്ല, അത് എന്താ, കുടുംബ വക്കീല് അത് കൊണ്ടുവന്നില്ലേ? അത് അടച്ച വിൽപത്രമാണ്. അടച്ച വിൽപത്രോ? അതെന്ത് കുന്ത്രാണ്ടോ? അടച്ച വില്ലെന്ന് പറഞ്ഞ വ്യവസ്ഥകൾ എഴുതി കവറിലിട്ട് മുദ്ര വച്ച വിൽപത്രം എന്നാണ്. അത് തുറക്കാൻ എഴുതിപ്പിച്ചയാള് ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടാവും. അന്ന് മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. അത് തയ്യാറാക്കിയത് വക്കീല് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ. അപ്പോ എന്താണ് അടഞ്ഞ വിൽപത്രത്തെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് വക്കീലിന് അറിയാൻ പറ്റില്ലേ? സോറി, അടച്ച വില്ല് തുറക്കുന്നതിന് മുമ്പ് ആരോടും അതിലെ വ്യവസ്ഥകൾ പറയാൻ പാടില്ല. നാശം. ക്ഷോഭിക്കണ്ട. ആ വിൽപത്രം ഓപ്പണാക്കാൻ പറഞ്ഞിരിക്കുന്ന ദിവസം അതിലെ വ്യവസ്ഥകൾ അറിയിക്കാം. അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ വേണമെന്ന് രാജീവ് മേനോൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് ആ വ്യവസ്ഥകൾ അടങ്ങിയ കവർ പൊട്ടിക്കുമ്പോ എന്നോടൊപ്പം പോലീസും ഉണ്ടാകുമെന്നർത്ഥം. എന്നാ ശരി, ഞാൻ ഇറങ്ങുന്നു. സർവ ഊരാ കൊടുക്കും ആ വിൽപത്രത്തിലുണ്ടാകും. മഹാദ്രോഹി. അവന്റെ ആത്മാവിന് പോലും ഗതി കിട്ടാതെ പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.